നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മങ്കൂട്ടം, രാഹുൽ ഈശ്വർ ഇത് മാത്രമാണ് സംസാര വിഷയം. ഇവിടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മുക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിന്റെ വിഷയം പുറത്ത് പെട്ടെന്ന് വരുന്നതും, അല്ലെങ്കിൽ ഈ ഇത്രയും കാലമുള്ള ഓരോ പീഡന വാർത്തകളും പുറത്തു വരുമ്പോൾ ഇന്നേ വരെ നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ്. അതായത് പരാതിക്കാരനേക്കാൾ ഉപരി പരാതിക്കാരന് വേണ്ടി സംസാരിച്ച ഒരാൾ ജയിലിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുങ്ങിപ്പോയ ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. സർക്കാരിന് ഒരുപക്ഷെ അതൊരു ആശ്വാസമായിരിക്കാം, കാരണം സർക്കാരിലേക്ക് അടക്കം വരേണ്ടുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ കോടതിയുടെ നടപടികൾ, അന്വേഷണ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, അതൊക്കെ ഈ പറയുന്ന ആശ്വാസത്തിന് കുറച്ച് കോട്ടം വരുത്തുന്നുണ്ട്. അതായത് നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ, തെളിവുകളാണ് കഴിഞ്ഞ ദിവസം SIT പുറത്തുവിട്ടിരിക്കുന്നത്. എവിടെ എത്തി ശബരിമല അന്വേഷണം? ശബരിമല അന്വേഷണത്തിൽ ഈ പറയുന്ന പോലെ തന്നെ രാഹുൽ വിഷയത്തിൽ കുറച്ചധിക ദിവസമായിട്ട് സർക്കാർ ഒന്ന് ആശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ആ ആശ്വാസത്തിന് കുമിളയുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ ഈ ഗർഭകഥയൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ചില മാധ്യമങ്ങൾ അത് മുക്കിയാലും അത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഹൈക്കോടതി ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് നേരെ വലിയ വിമർശനങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിൽ ഉന്നതർക്ക് പങ്കുണ്ട്. ആ പങ്കില്ലാതെ ശബരിമലയിൽ നിന്ന് ഒരു തുരുമ്പ് പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ള കൃത്യമായ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മറ്റൊരു കാര്യം, ഇവിടെ ജയശ്രീയെ ചോദ്യം ചെയ്യാനുള്ള അനുമതി അത് ഇപ്പോൾ SITക്ക് കിട്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി അവരുടെ അറസ്റ്റ്, ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ശേഷം അവരുടെ അറസ്റ്റ് ഉണ്ടാകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂട്ടത്തോടെ എല്ലാ ജാമ്യ ഹർജികളും റദ്ദാക്കുന്ന ഒരു നടപടി നമ്മൾ കണ്ടു. വാസുവിന്റെ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും 14 ദിവസത്തേക്ക് നീട്ടി, അകത്ത് തന്നെ കിടക്കുകയാണ്. അതിനിടയിൽ ശ്രീകുമാറിന്റെ ഈ പറയുന്ന ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. അതിന്റെ തിരിച്ചടിയാണ് ജയശ്രീക്ക് വന്നിരിക്കുന്നത്. ജയശ്രീയുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിങ്കരന്മാരുടെ ഇടയിൽ ഒരു വനിതയാണ്, ഏക വനിതയാണ് ഈ ജയശ്രീ. അവിടെ നിന്ന് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിൽ തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ജയശ്രീക്കും കഴിയില്ല. കാരണം ജയശ്രീ കേസിലെ പ്രധാന അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. 25 വർഷത്തോളമായിട്ട് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവര് പറയുന്നത് എനിക്കിതിലൊന്നും തന്നെ ഒരു അറിവുണ്ടായിരുന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലൊരു കൊള്ള നടന്നത് എന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ പറയുമ്പോൾ അവിടെ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഇങ്ങനെ ഒരു കൊള്ള നടന്നത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ചെമ്പ് എന്ന് എഴുതിയത് എന്തായാലും അവർ കാണുമല്ലോ, അവർ പരിശോധിക്കേണ്ടത് അവരുടെ കടമയാണ്. അപ്പോൾ ചെമ്പ് എന്ന് എഴുതിയത് കണ്ടിട്ട് അതെന്തുകൊണ്ട് ചെമ്പ് എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിച്ചില്ല. അപ്പോൾ ആ ചോദ്യം ഉന്നയിക്കാത്തതിന് പിറകിൽ ഇത് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ചു കൊടുത്തതിന്റെ ഒരു ഉറപ്പായിട്ടും. കാരണം അങ്ങനെ ഒരു വാദം പറഞ്ഞ് ഇവർക്ക് മുങ്ങാൻ കഴിയില്ല. കാരണം കേസിൽ നിർണായക കണ്ണിയാണ് ജയശ്രീ എന്ന് SIT കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ക്ഷേത്രം വക വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ഇവർ. ദേവസ്വം സെക്രട്ടറി, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ പ്രധാന ചുമതലകളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പദവികൾ വഹിച്ചിരുന്നത് കൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ഇവർക്ക് വളരെ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷേത്ര സ്വത്തുക്കൾ എന്തൊക്കെയാണ്, അതിൽ സ്വർണമേത്, അല്ലെങ്കിൽ എല്ലാം വേർതിരിച്ച് അതിന്റെ മിനിറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതെല്ലാം പലതവണ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ എനിക്കതിലൊരു പങ്കുമില്ല, ഞാൻ അതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൈകഴുകാൻ കഴിയില്ല. അതാണ് ജയശ്രീക്ക് വന്നിരിക്കുന്ന വലിയൊരു തിരിച്ചടി. ഇവിടെ മറ്റൊരു വിഷയം, വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതെന്തായാലും നീട്ടും. അങ്ങനെ വരുമ്പോൾ വാസുവിന് ജയിലിനുള്ളിൽ കിടന്നങ്ങ് മടുത്തിട്ടുണ്ട്. അയാൾക്ക് പുറത്തേക്ക് വരണമെന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ വലിയൊരു സംഘം, ദേവസ്വം ബോർഡിലെ ഉൾപ്പെടെ വലിയൊരു സംഘം, ഉന്നതരായിട്ടുള്ള ഉന്നത പദവിയിലിരിക്കുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു. അവരിലേക്ക് അന്വേഷണം നീളണം എന്നുള്ളതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും SITക്ക് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഈ പറയുന്ന ശങ്കർദാസും വിജയകുമാറും ഒക്കെ ഇനി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യണം. ശങ്കർദാസും വിജയകുമാറും ഒക്കെ അങ്ങനെ നിസ്സാരക്കാരല്ല.
പ്രബലരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസുകാരനാണ്. അപ്പോൾ അത്തരത്തിൽ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ഒരു വഴിക്കൂടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശബരിമലയിൽ വിഹരിക്കുന്നതിന് പോറ്റിക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുത്തു. ആരാണ് അത്ര സർവ്വസ്വാതന്ത്ര്യം അയാൾക്ക് അവിടെ കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന CPM അനുഭാവികൾക്കോ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ദേവസ്വം ബോർഡിലെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണുള്ളത്. അല്ല എന്ന് ഒരു തരത്തിലും അല്ലാതെ ഈ നേരായ വഴിക്കൂടെ അവിടെ എത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഈ പാർട്ടിയുടെ ശിങ്കിടികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്. ഇപ്പോഴും ഈ ഇത്ര വലിയ കളങ്കം ഈ ശബരിമലയിൽ കൊള്ള നടന്നു എന്നുള്ളതിന്റെ പേരിലുള്ള വലിയൊരു കളങ്കം ഈ CPM-നും സർക്കാരിന് നേരെ ഉള്ളപ്പോൾ പോലും ദേവസ്വം ബോർഡിലെ പിടിവിടാൻ അവർ തയ്യാറായിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർ. മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടിരുന്നവരാണ്. അവരെ മാറ്റിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് പിടിവിടാൻ തയ്യാറല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവസ്വം ബോർഡ് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്ന് തന്നെ ചർച്ചയായതാണ്. അതായത് ജയകുമാറിനെ കൊണ്ടിരുത്തിയത് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ്, ഈ വിവാദങ്ങൾ കെട്ടടക്കുന്നതിന് വേണ്ടി. അതിനപ്പുറത്തേക്ക് ജയകുമാറിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. കാരണം അവിടെയൊക്കെ പ്രബലരായിട്ടുള്ള ടീമുകളാണ്, അവർ പറയുന്നതേ അവിടെ നടക്കുകയുള്ളൂ. അവിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത് പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് ഇനി ഒരിക്കൽ പോലും ശബരിമലയിൽ ഒരു കൊള്ള നടക്കാത്ത വിധത്തിലുള്ള പൊളിച്ചെഴുത്ത് അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരാവശ്യം കോടതി മുൻപോട്ട് വെക്കുന്നതും ഇപ്പോൾ കൊള്ള നടത്തിയിട്ടുള്ളവരിൽ ആരൊക്കെയാണോ ഉള്ളത്, ഒരു പത്മകുമാറിൽ മാത്രം അവസാനിക്കുന്ന കളിയല്ല അവിടെ നടന്നിരിക്കുന്നത്. അതിന് മുന്നിലോട്ടുള്ള, അതായത് വൻ തോക്കുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും നീക്കുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവിടെ പിണറായി വിജയനിലെ 18-ാം പടിയിൽ തലതല്ലി വീണു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാലിടറി വീണിരിക്കുകയാണ്. ഒരു ഗർഭക്കഥയും കൊണ്ട് അത് മുക്കാൻ കഴിയില്ല. ഈ ഗർഭക്കഥ നമ്മൾ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ തന്നെയാണ്, അല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അതിനെ ശബരിമല മുക്കുന്നതിന് ഈ സർക്കാർ ഒരു ആയുധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് വ്യക്തമായി അറിയാം. ഇവിടെ കഴിഞ്ഞ ദിവസം പോലും ഇവരുടെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പത്മകുമാർ MLA അല്ല, അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഒന്ന് ഓർത്തു നോക്കണം, എത്രത്തോളം വലിയ ഒരു കള്ളമാണ് ഈ പാർട്ടിയുടെ സെക്രട്ടറി പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അയാൾ മുൻ MLA ആണ് പത്മകുമാർ. പക്ഷേ പത്തനംതിട്ട CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അയാളെ പാർട്ടി ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അങ്ങനെ ഒരാൾ പാർട്ടിയുടെ ഭാഗം തന്നെയല്ലേ? എന്നിട്ടാണ് ഈ ഗോവിന്ദൻ പറയുന്നത് പത്മകുമാർ ആരോപണ വിധേയനാണ്, ആരോപണം മാത്രമേ അയാൾക്കെതിരെ ഉള്ളൂ, മാത്രമല്ല അയാൾ MLA അല്ല എന്നുള്ളൊരു വാദം പറഞ്ഞുകൊണ്ട് പാർട്ടി അതിൽ നിന്ന് ഇവരുടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കൊള്ളകളിൽ അകത്തായിരിക്കുന്നവരുമായി യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിക്കെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അത് തന്നെ പരിഹാസ്യമാണ്. ഒന്നെങ്കിൽ ഇവർ അഡ്മിറ്റ് ചെയ്യുക, ഞങ്ങളുടെ നേതാക്കൾക്ക് ഇന്ന രീതിയിൽ പിഴവ് ശബരിമലയിൽ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്നു. അവരെ മാറ്റി നിർത്താൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അത് ചെയ്യാതെ കേസ് വരട്ടെ, കേസ് കോടതിയിലെത്തട്ടെ, FIR വരട്ടെ, കോടതി പറയട്ടെ, ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം പത്മകുമാർ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും അയാളെ മാറ്റി നിർത്താൻ ഇവർ തയ്യാറല്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെയൊക്കെ വായിൽ നിന്ന് പലതും പുറത്തേക്ക് വരും. SIT ഇവിടെ കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3-ാം തീയതി ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നടന്നിട്ടുള്ള വാദങ്ങളിലാണ് ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബോർഡിനെ പിടിച്ച് ഈ ഉടുമ്പിന്റെ പിടുത്തം പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളകളിൽ ദേവസ്വം ബോർഡിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അകത്തായിരിക്കുന്നവർക്ക് മുകളിലേക്ക് പലരും ഉണ്ടെങ്കിൽ അവരുടെ അറസ്റ്റുകൾ വേണമെന്ന്, ചോദ്യം ചെയ്യലും അറസ്റ്റും വേണമെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് SIT-യോട് പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് ദേവസ്വം മന്ത്രിയിലേക്കാണ്. എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല? കൊള്ള നടന്ന കാലത്തെ മന്ത്രിയാണ് അയാള്. പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴിയിലുണ്ട് ഈ പറയുന്ന സ്വർണം പൂശലിന് വേണ്ടി അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിന്റെ റിപ്പോർട്ട്, അതിന്റെ കത്ത് ദേവസ്വം മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് പ്രതികരിച്ചത് എന്താണ്? എന്റെ മുന്നിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് എത്തിയിട്ടില്ല,
സർക്കാരിനോ മന്ത്രിക്കോ അതിൽ ഒരു മനസ്സറിവുമില്ല എന്ന്. അതായത് ദേവസ്വം ബോർഡുകൾ, കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അതൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ്, അവിടെ സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന്. കള്ളമല്ലേ പറഞ്ഞത്? പത്മകുമാറിന്റെ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ മന്ത്രി അറിഞ്ഞിട്ടാണെന്ന്. എന്നിട്ടാണ് ഇത്രത്തോളം വലിയ കള്ളത്തരം പറഞ്ഞ ഒരാളെ ഇപ്പോഴും അവർ സംരക്ഷിക്കുന്നുണ്ട്, കടകംപള്ളി സുരേന്ദ്രനെ. അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് പോകരുത്, ഒരു ചോദ്യം ചെയ്യലിന് പോലും അയാളെ വിളിപ്പിക്കരുത് എന്നുള്ള തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളത്. ഈ 6ാമത്തെ അറസ്റ്റാണ് പത്മകുമാറിൽ നിന്നത്. അതിനുശേഷം ഒരു അറസ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇനി മന്ത്രിയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ മന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ഇളകി മറിയും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിലൊക്കെ CPM-ന് പൊള്ളും. ആ പൊള്ളല് പേടിച്ചിട്ട് ഇപ്പോൾ SITക്ക് മേൽ വലിയ സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ വിഷയം ഇട്ട് ഇങ്ങനെ അങ്ങ് കത്തിച്ചത് കുറെ ദിവസം. അതിലൊരു അറസ്റ്റ് നടത്താതെ, ഒരു ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാതെ മാറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇനി SITക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. ചോദ്യം ചെയ്യലിന് ഇനിയുള്ളവരെ വിളിപ്പിക്കേണ്ടി വരും. പിന്നെ ഒരാളുണ്ട്, തന്ത്രിയിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം ഈ കൊള്ള നടക്കുമ്പോൾ ഈ തന്ത്രി കുടുംബത്തിന് ഇതിൽ പങ്കുണ്ടോ, അന്ന് തന്ത്രിയായിട്ടിരുന്ന കണ്ഠരര് രാജീവർക്ക് പങ്കുണ്ടോ എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. കാരണം അവരെയൊക്കെ സംശയ നിഴലിൽ നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ പറയുന്ന ദേവസ്വം ബോർഡിനൊക്കെ ആണെങ്കിലും അവിടുത്തെ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വസ്തുവകകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലൊക്കെ മനസ്സറിവുള്ളതുപോലെ തന്നെ ദൈവത്തോട് അടുത്ത് നിന്ന് പൂജ ചെയ്യുന്ന ആൾക്കാരാണല്ലോ തന്ത്രി. അപ്പോൾ അവിടുത്തെ അയ്യപ്പന്റെ സമ്പത്ത് അത് സ്വർണമാണോ, വെള്ളിയാണോ, പിച്ചളയാണോ, ചെമ്പാണോ എന്നൊക്കെ കൃത്യമായി അവിടുത്തെ തന്ത്രിമാർക്കറിയാം. പക്ഷേ ഇത് അഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദേവപ്രശ്നമൊക്കെ നടത്തിച്ചിട്ടാണ് അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ തന്ത്രി പറയുന്നത് ദൈവത്തിന്റെ അനുവാദം ചോദിച്ചിട്ട് അത് എടുത്തു കൊടുക്കുക മാത്രമാണ് ചെയ്തത്, ബാക്കി ഒന്നിലും ഞങ്ങൾക്ക് അറിവില്ല എന്ന്. അങ്ങനെ ഈ തന്ത്രി പറഞ്ഞ് കൈയൊഴിയുകയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഈ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തണം, തിരിച്ചു കൊണ്ടുവരുമ്പോഴും അതിന്റെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തണം. ഇതൊക്കെ ആ മഹസറിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെമ്പാണെന്ന് എഴുതിയിരിക്കുന്നതൊക്കെ തന്ത്രി കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് എതിർത്തില്ല? അതും പോട്ടെ, 40 ദിവസത്തോളമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അതും കൊണ്ട് കണ്ടടം മുഴുവൻ നിരങ്ങി നടന്ന് പൂജ നടത്താൻ കൊണ്ടുപോയി കാശടിച്ചു മാറ്റിയത്. 40 ദിവസത്തോളം ഈ സ്വർണ്ണപ്പാളികൾ കാണാതാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം അത് തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരാതിരുന്നപ്പോൾ എന്തുകൊണ്ട് തന്ത്രി അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് സ്വർണ്ണപ്പാളി തിരികെ സ്വർണം പൂശി കഴിഞ്ഞെങ്കിൽ കൊണ്ടുവരാൻ വൈകുന്നു എന്നുള്ള ചോദ്യം ഇയാൾ ചോദിച്ചില്ല. മറ്റൊരു കാര്യം, കർണാടകയിലെ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് പോറ്റിയെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ഠരര് രാജീവർ പരിചയപ്പെടുന്നത്. അയാൾ വഴിയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചില വിവാദങ്ങളുണ്ട്. അയാളുടെ ഭാര്യയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടിട്ട് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇയാളെ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ എന്തിന് ശബരിമലയിൽ കൊണ്ടുവന്നു? 2017 എങ്ങാണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. അപ്പോൾ കൊണ്ടുവന്നതിൽ ഇവർക്ക് പങ്കുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഇവർ പറയണം. അപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തണം. ഈ തന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള ചില ഡീലിങ്സുകളെ കുറിച്ചുള്ള അന്വേഷണം എത്തണം. ഇവര് മുൻപ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും തന്ത്രിയും തമ്മിൽ ഇവിടെ ശബരിമലയുടെ ക്ഷേത്രത്തിന്റെ ഭരണം അത് ആരുടെ കയ്യിലാണ്, സർവാധികാരി ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്ത്രി പറഞ്ഞത് ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രിയാണ് എന്ന് പറഞ്ഞ ഒരാള് പെട്ടെന്ന് സ്വർണ്ണ വിവാദം വന്നപ്പോഴത്തേക്ക് ശബരിമലയിലെ ഉത്തരവാദിത്തം സർക്കാരിനും മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമാണെന്ന് പറയുന്ന ചില ഇരട്ടത്താപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കൃത്യമായ വിവരം പുറത്തേക്ക് വരണമെങ്കിൽ തന്ത്രിയെയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും കുറിച്ചൊക്കെ അന്വേഷണം വേണ്ടതാണ്. എന്തായാലും ഇപ്പൊ ജയശ്രീയിലേക്കുള്ള ചോദ്യം ചെയ്യൽ അതൊരു പക്ഷേ അടുത്തൊരു അറസ്റ്റിലേക്കുള്ള സൂചന കൂടിയായിട്ടാണ് വരുന്നത്. ശബരിമല വിഷയം ഇനി ചർച്ച ചെയ്യപ്പെടില്ല എന്ന് പ്രതീക്ഷിച്ചവരുണ്ടാവും, പക്ഷെ അത് വീണ്ടും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ആ ഒരു സൂത്രധാരൻ? ഇപ്പോ പത്മകുമാറിനെ തന്നെയാണ് സൂത്രധാരൻ എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥ സൂത്രധാരന്റെ മുഖം വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.